ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കാൻ സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം വിസി നിയമനത്തിനുള്ള ഓർഡിനൻസിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. UGC നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി നിയമ ഭേദഗതിക്കാണ് ഓർഡിനൻസ് അംഗീകാരത്തിനായി ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഗോപാൽ ഷീല സനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, സിസ തോമസിനെതിരെ തന്നെ സർക്കാർ എന്തായാലും ധൃതിപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു. അതെ റോഷ്നി, ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ സ്ഥിരം വിസി നിയമനത്തിലുള്ള ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം വിസി നിയമനവുമായി ബന്ധപ്പെട്ടൊരു ഓർഡിനൻസ് പാസ്സാക്കിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗം. 2021 രൂപീകരിച്ച ഈ ഡിജിറ്റൽ സർവകലാശാല ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ വിദ്യാഭ്യാസ വിദഗ്ധൻ ഉണ്ടായിരുന്നില്ല. ചീഫ് സെക്രട്ടറി ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാനായി വരിക. എന്നാൽ അത് മാറ്റി വിദ്യാഭ്യാസ വിദഗ്ധനെ ഉൾപ്പെടുത്തണമെന്നും ചീഫ് സെക്രട്ടറി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അടക്കമുള്ള സുപ്രീം കോടതി നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. ആ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും 2018 UGC ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിപ്പോൾ പുതിയ ഓർഡിനൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. 11ാം വകുപ്പിന്റെ 3, 4, 6 ഉപവകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഉപവകുപ്പുകൾക്ക് മാറ്റമുണ്ടാകും. ഈ മാറ്റമുണ്ടാക്കിയ ഓർഡിനൻസിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഇത് ഗവർണറുടെ അംഗീകാരത്തിനായി ശുപാർശ ചെയ്യുവാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സിസ തോമസിനെ വേഗത്തിൽ നിന്ന് അവിടെ നിന്ന് മാറ്റുക, സ്ഥിരം വിസി നിയമനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ആലോചന. ശരി, താൽക്കാലിക വിസിയായ സിസ തോമസിനെ മാറ്റി സ്ഥിരം വിസി നിയമനത്തിലേക്ക് കടക്കാനുള്ള നടപടികളിൽ പുരോഗമനം ഉണ്ടാകുകയാണ് സർക്കാർ.